ഹലോ മച്ചാന്മാരെ, എല്ലാ മച്ചാന്മാർക്കും അഭിനവ് ഗെയിമർ 4ൻ്റെ ഒരു കിണ്ണങ്കാച്ചി മൈൻക്രാഫ്റ്റ് സർവൈവൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളപ്പം പുതിയതായിട്ട് നമ്മളൊരു സർവർ തുടങ്ങാൻ പോവാണ്. അല്ല, സർവൈവൽ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. നമുക്ക് അതിനെ വരുന്നത് SCT, പിന്നെ കുറേ കുത്തുകുങ്ങളെ. ഓക്കെ, സെറ്റ്. ഇത് വേണ്ട ഈസ്, നമുക്ക് നല്ലൊരു പേര് തന്നെ ഇടാം. എന്തേലും ഓക്കെ, ഇത് ഇടാം ഗൈസ്, സെറ്റ്. ഓക്കെ, സർവൈവൽ ഈസി മതി, ഒത്തിരി വേണം. അല്ല വേണ്ട, നമുക്ക് നോർമൽ വേണം ഗൈസ്. നമുക്ക് ഹാർഡ് തന്നെ ഇട്ട് കളിക്കണ്ട, നോർമൽ മതി ഗൈസ്. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞു തരാം ഇത് ലോഡാവുന്ന വരെ ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സർവൈവൽ എപ്പിസോഡ്. നമുക്കിതിനകത്ത് കുറേ എപ്പിസോഡായിട്ടുണ്ട്. അതായത് ഒരു മാക്സിമം അതിക്ക് അറിയത്തില്ല എത്രത്തോളം പോകുന്നു. എപ്പിസോഡായിട്ട് ഇടണം നമ്മൾ. പക്ഷെ ചാവാൻ പാടില്ല ഗൈസ്, അതാണ് ടാസ്ക്. നമ്മൾ ഒരിക്കലും ചാവരുത്. ഇതെന്താ, ഒരു ഒറ്റമരത്തിൻ്റെ അടുത്താണ് നമ്മൾ ഇറങ്ങിയത്. ഓക്കെ, നമ്മുടെ ആ ഒറ്റമരം നമുക്ക് വെട്ടാം ഗൈസ്. മരം വെട്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ഗൈസ്. നമ്മളിതിനകത്ത് ഒറ്റ പ്രാവശ്യം ചത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തീരും. അത് മാക്സിമം നമ്മളൊരു അതായത് ഹാർഡ് കോർ പോലെ നമ്മളിതിനെ കൊണ്ടുപോകും. നമ്മൾ ചാവരുത്, നമ്മൾ മാക്സിമം ലൂട്ടൊക്കെ ചെയ്യാം, ഇലയൊക്കെ വെട്ടിക്കും. ഓക്കെ, നമുക്ക് ഈ സ്ഥലത്ത് തന്നെ വീടും കാര്യങ്ങളും ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം തെളിഞ്ഞ സ്ഥലം, അതുകൊണ്ട് കുറച്ച് പോയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, എനിക്ക് ചാവാൻ പറ്റത്തില്ല, അതുകൊണ്ട് റെസ്പോൺസ് സെറ്റായിട്ട് തരില്ല. ഓക്കെ, നമുക്ക് ഇത്ര മരം മതിയോ? ആവശ്യത്തിന് വെട്ടിയേക്കാം. അയ്യോ, വെട്ടിയത് നന്നായിരുന്നു. ഓക്കെ, ഇതും കൂടെ വെട്ടാം. അമ്പടികള്ളി നമ്മളെ വെട്ടിയിരുന്ന മരമല്ല, എല്ലാം കിട്ടിയല്ലോ. കിട്ടിയില്ല ഞാൻ ഐഡിയ ഉണ്ടാക്കും. ഓക്കെ, ഇതൊരു കിണ്ണങ്കാരി സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ നോക്കി, ആട് തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ആടിന് എന്നാലും വേണം. നമുക്ക് ആദ്യമേ ഇത് പ്ലാങ്ക് ആക്കി എടുക്കണം. ഓക്കെ, സെറ്റായില്ലേ? ഓക്കെ, നമുക്കിനി കുറച്ച് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് കുറച്ച് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. പിന്നെ കുറച്ചധികം സ്റ്റിക്കും വേണം. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കണം. പിന്നെ ഫസ്റ്റ് നമ്മളൊരു ആറ്റ്സ്, സെക്കൻഡ് നമ്മൾ ഇത്, പിന്നെ തേർഡ് നമ്മളിത്, പിന്നെ ഒരു ആറ്റ്സ്, പിന്നെ ഒരു വാള്, പിന്നെ ഒരു ആറ്റ്സ്, പിന്നെ ഒരു പിക്കാറ്റ്സ്, പിന്നെ ഒരു പിക്കാറ്റ്സ്. ഓക്കെ, നമ്മൾ ഇത്ര തന്നെ ഉണ്ടാക്കാം. ഓക്കെ, പശുമ്പേക്ക് അതൊരു പോകുന്നുണ്ട് നമ്മൾ. പക്ഷേ പശുവിനൊന്നും ചെയ്യുന്നില്ല തൽക്കാലം. രണ്ടാടുണ്ട്, അവർ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവരെ കൊല്ലാം. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടല്ലേ? എനിക്കിഷ്ടപ്പെട്ട്. ആട്ടുംകുട്ടി കൊല്ലൂടാ, മഞ്ഞ പൂള് നിന്നെ കൊല്ലുമല്ലോ. ഓക്കെ, അവനെ നമ്മൾ 2 പൂളാക്കി ഇടുന്നുണ്ട്. എന്താണ് മരത്തില്ല, ആകടിച്ച് പോയേ പൊന്നു മോനെ. പക്ഷെ ഇവിടെ എല്ലാം തെളിഞ്ഞാണ്ട് വല്ല വില്ലേജ് ഉണ്ടോ നോക്കാം നമുക്ക്. ആട്ടുമ്മ അല്ല പശുമ്മ, അത് ഇപ്പം പോയാൽ ഞാൻ കുഞ്ഞാന്നോർത്ത് വെള്ളാന്നോർത്ത് ചാടാൻ പോയതാ. ജസ്റ്റ് മിസ്, ചാടാൻ ഭാഗ്യം, ചാടുന്ന ചാവായിരുന്നു. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ച് കളിക്കണം ഇവിടെ. കാരണം ഇവിടെ എന്തൊക്കെയാടാ ഉള്ളത്, മത്തങ്ങയൊക്കെ വെച്ചേക്കുന്നു. ഇവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം എനിക്ക് എൻ്റെ പൊന്നളിയാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. അവിടെ ഗൈസ് എന്താ ഇതിൻ്റെ ഒരാടിനെ കിട്ടി. നമുക്ക് കട്ടിലുണ്ടാക്കാനുള്ള സാമഗ്രികളായി. ഓക്കെ, കട്ടിലും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഒരു രാത്രിയാണ് ഗൈസ് ഒരു എപ്പിസോഡ്. എൻ്റെ പൊന്നളിയാ, ഇറങ്ങിയ സ്ഥലം നല്ലതാണേ. അയ്യോ ചാവല്ലേ, കണ്ടോ കണ്ണിൽ ഒരു പ്രപഞ്ചനം. ഓക്കെ, നമ്മൾ വില്ലേജാണ് നമ്മൾ കണ്ടുപിടിച്ചത്, വേറൊന്നുമല്ല, നമ്മളെ വില്ലേജാണ്. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? അയ്യോ ചാവുന്നല്ലോ, വെള്ളത്തിൽ ബോട്ടെല്ലാം വരുന്നല്ലോ. നമ്മൾ ഫസ്റ്റ് വെള്ളം കാലം മുട്ടിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ ഒരു ആൾതാമസമുള്ളൊരു വില്ലേജും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് ഗായ്സ്. എന്ത് ചെയ്യാനാ ദൈവമേ, താങ്ക് യു ഗൈസ്. നമുക്ക് വില്ലേജിൽ ഒരു വീടുണ്ടാക്കാം. പോയേ, അയ്യോ ചത്തുപോയേ. മേളട്ടങ്ങനെ, കള്ള ഷിമ്മണിക്ക 5 അത്തേനെ.
പക്ഷെ നമുക്ക് എവിടെയായിട്ട് വീടുണ്ടാക്കാം? നമുക്ക് വില്ലേജിൻ്റെ എവിടെയായിട്ട് വീടുണ്ടാക്കാം? വില്ലേജിനകത്ത് ഞാൻ വീടുണ്ടാക്കുന്നില്ല. എനിക്ക് ഈ വില്ലേജ് നമുക്ക് വലുതാക്കണം. കടലൊക്കെ ഉള്ള വില്ലേജാണ്. ഇവിടെ ഒരു വിഷയമുണ്ടല്ലോ. എൻ്റെ അണ്ണൻ്റെ വീട്ടിലോട്ട് വെള്ളം ആരാടാ ഒഴിച്ചത്? ഓക്കെ അണ്ണാ, ഒരു മിനിറ്റ് സെറ്റാക്കാം. ഒന്നും വിഷമിക്കണ്ട, ഞാൻ ആ പൊത്തറച്ച് വരാണ്. 1 മിനിറ്റ്. അത് ഞാൻ കല്ലെടുത്ത് പിടിക്കട്ടെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ സെറ്റാക്കി തരാം. അമ്മ സെറ്റ് പിന്നെ പറ. ഓക്കെ അണ്ണാ, സെറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ വീടുണ്ടാക്കണം. ഇനി ഒരു എപ്പിസോഡിൽ തന്നെ വീടുണ്ടാക്കാം. വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാര്യം അവസാനിക്കും ഗായ്സ്. ഇവിടെ ഒരു സ്ഥലമില്ല സ്ഥലത്താണ് നമ്മൾ വീടുണ്ടാക്കാം. അവിടെ വീടൊക്കെ കോബിൾ സ്റ്റോൺ ഉണ്ട്. കോബിൾ സ്റ്റോൺ തന്നെയല്ലേ ഇത്? അയ്യോ, ഇത് തന്നെ പറ്റിച്ചു. കോബിൾ സ്റ്റോൺ തന്നെയാണ്. ഗൈസ്, നമ്മൾ ഇവിടെ ആയിട്ട് ഒരു വീടുണ്ടാക്കണം. അവിടെ എന്നാണ്ട് വിശേഷം? ആടൊക്കെ അതൊരു കറങ്ങി വെച്ചാൽ കുട്ടിയേ ഡാ. ശുക്കളൻ ഓടുന്നുണ്ടല്ലേ മണ്ട. വാങ്ങിക്കളാ. അയ്യോ പൂച്ച എടാ, അളന്നില്ലടാ. എൻ്റെ പേരനാടാ ഇവിടെ ഇവൻ കിടുമ്പാ. എൻ്റെ അച്ഛൻ്റെ പേരനാടാ, നമ്മളെ പേരനാടാ. അയ്യോ പിന്നെടാ പോ. ഞാൻ അങ്ങോട്ട് വരട്ടെ, നിന്നെ ഞാൻ കൊല്ലും. ഞാനാ ഇവിടുത്തെ ഇനി മുതലാളി. അതായത് മുതലാളി. ഓക്കെ, നമ്മൾ മരം വെട്ടാമല്ലോ. നമുക്ക് മരം വെട്ടാം. കൊച്ചിനെയൊക്കെ നമുക്ക് വെറുതെ വിടാം. വെറുതെ എന്തിനാ പിള്ളേരായിട്ടും തല്ലി മേടിച്ചാവുന്നത്. ഗൈസ്, നമുക്ക് മരം വെട്ടാം. ഗൈസ്, നമ്മൾ ഇനി കല്ലിൻ്റെ ടൂളിലോട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ കുറച്ച് പോകണം. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മരം വെട്ടി വീട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അടുത്ത കാര്യം ചെയ്യുന്നു. അങ്ങനെ കുറേ എപ്പിസോഡ് നമ്മൾ തള്ളുന്നു ഗൈസ്. ഓക്കെ, സാപ്ലിങ്സ് തരാം. തരാം. സ്റ്റിച്ച് കിട്ടില്ലോ. അപ്പോഴോ എല്ലാം തരാം. ഒന്നും കിട്ടിയില്ല. ഷിറ്റ്. അമ്പടികളി. ഓക്കെ, സെറ്റ്. എല്ലാം നിലത്ത് വേണമല്ലോ. ആ സാപ്ലിങ് 2 കിട്ടി ഗൈസ്. എന്താ വേണം? ഇനി ഒന്നും വേണ്ട. ഓടാ ചെന്നായി പട്ടി. ഇഷ്ടപ്പെട്ട നിന്നെ എനിക്ക്. നിൻ്റെ പേരെന്താണ്? അവിടെ എന്നെ കണ്ണിയാവുന്നേ. എൻ്റെ അടുത്താണ് കളിക്കാൻ വന്നത്. ആവും ചത്തുപോയില്ല നീ. ഓക്കെ, നമുക്കില്ലെന്നേ. അവിടെ വീടുണ്ടാകും. നമുക്ക് കോബിൾ സ്റ്റോൺ ആദ്യം കുടിക്കാം. കോബിൾ സ്റ്റോൺ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോബിൾ സ്റ്റോൺ വേണമെങ്കിൽ കണ്ടുണ്ടല്ലോ. കട്ടിക്കുട്ടി കണ്ടാ നീ നിൻ്റെ കുഞ്ഞു പൂച്ചയും കൂടെ നീ എന്നാടാ കാണിക്കുന്നത് അവിടെ ഓടാതാ. എന്നാണ് ഞാൻ അടിച്ചു തന്നെ നിന്നെ ഞാൻ കൊല്ലുവേ. അവനെ അങ്ങനത്തെ വെച്ചാ പൂച്ചക്കുട്ടി. എന്താ എന്നെ കൂട്ടാടി എന്നെ കാണാൻ. പൂച്ചക്കുഞ്ഞേ, എന്നെ കൊണ്ട് വിശേഷം? താടിയാ എന്നെ കണ്ടാ ഓടും എല്ലാവരും. പേടിയാ എന്നെ. എന്നത്തിനാണെന്ന് ആടിനെ അറിയത്തുള്ളൂ. പൊന്നു മുത്തേ അതിനകത്തൂടെ കയറിപ്പോന്നു. ഓക്കെ, നമുക്കിതെല്ലാം പൊട്ടിക്കെടുക്കാം. എൻ്റെ പൊന്നു ദൈവമേ, ഇതെല്ലാം പൊട്ടിച്ച് നമുക്ക് എന്തൊക്കെയോ വന്നു. പക്ഷെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അത് നമ്മൾ പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഒത്തിരി സാധനങ്ങൾ വേണം. നമുക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ. ഒരു വീടെന്ന് പറഞ്ഞുണ്ടല്ലോ, വീട് ഒരിക്കൽ മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ ഗൈസ്. അത് ജീവിതത്തിൽ മാത്രം. പക്ഷെ മൈൻക്രാഫ്റ്റിൽ നമുക്ക് 100 വീട് പണിയാം. നമുക്ക് ഡാൽമിയ സിമെൻറ്റ് വേണോ, എന്ത് സിമെൻറ്റ് വേണം നമ്മൾ തീരുമാനിക്കണം. അൾട്രാടെക്. രാത്രിയാകുന്നതിന് മുമ്പ് നമുക്ക് ഈ കല്ലെല്ലാം കൂടെ പൊട്ടിച്ചെടുക്കണം ആദ്യമേ. എൻ്റെ പൊന്നെ ചങ്ങായി, ഇതെന്നാ ഇത്രയും പയ്യെ പൊടിക്കണേ? നമുക്ക് നമ്മുടെ ഇതിൻ്റെ ടൂൾ എടുക്കണം. മറ്റേ സ്റ്റോൺ ടൂൾ എടുക്കണം. നമുക്ക് അയൺ ടൂൾ വേണം. എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ കിടക്കുന്നു. തൽക്കാലമല്ല, നമുക്കാണെങ്കിൽ ഒരു വില്ലേജറിൻ്റെ വീട് നമുക്ക് വലുതാക്കി എടുത്താൽ മതിയോ? ആ വീടുണ്ടോ? വലിയ വീടാട്ടോ. നോക്കിയേ, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ വീടല്ലേ? ആ വീട് നമുക്ക് പൂച്ച നീ വലിയ എത്ര വട്ടം? ഇല്ല കോച്ച് ഇറക്കാൻ. ഇതെന്താ ചീഞ്ഞ വളിച്ച പൊട്ടറ്റായ? ഇന്നലാണ് നീ വളിച്ച പൊട്ടറ്റ ഇവിടെ ഇട്ടേ? പോടാ തള്ളി ഞാൻ കൊല്ലും. നമ്മളെവിടെയാണ് ഗൈസ് വീടുണ്ടാക്കാൻ പോയത്?
ഈ വീടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഈ വീട് പോലത്തെ വീടുണ്ടാക്കിയാൽ പോരെ? അല്ല ഈ വീട് തന്നെ മതിയോ? പക്ഷേ എനിക്കാണ് കൺഫ്യൂഷനല്ലോ. ഷോ നമുക്ക് അവിടെ പോകാം. നമ്മളെ കൺഫ്യൂഷനല്ല ഇപ്പം തീരും. നമുക്ക് ഇവിടെ തന്നെ നിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞ് നീ വെറുതെ എൻ്റെ അടുത്ത് വളച്ചു എടുക്കല്ലെന്ന് ഞാൻ പറഞ്ഞേക്കടാ. ഷട്ടയുടെ ഒച്ച കേട്ടാ ഞാൻ പേടിച്ചു. പോരാ, നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ വീട് സ്ഥാപിക്കാം. 1 2 കളിപ്പാക്കല്ലെന്നെ. 1 2 1 3 9 10. ഓക്കെ, ഇത്രയും മതിയാ. കുട്ടി വീട് മതി, ഒതി കൂടുതലൊന്നും വേണ്ട. ഒത്തിരി ആർപ്പാടങ്ങളൊന്നും ഇപ്പം സെറ്റാവുന്നില്ല. തൽക്കാലം ആർപ്പാടങ്ങൾ മതി. ഒന്ന് കയറി താമസിക്കാൻ മാത്രം മതി. എന്നാൽ പിന്നെ ഞാൻ വീടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പം വീടൊന്നും ഉണ്ടാക്കണ്ട, ഇപ്പം സമയമില്ല, രാത്രിയായി. ഇത് നമുക്ക് വീടുണ്ടാക്കണ്ട, നമുക്ക് വേറെ പരിപാടി ചെയ്യാം. അതായത് നമുക്കിപ്പോൾ തൽക്കാലം നമ്മളൊരു പേട്ട് വീടുണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ വലിയ വീട്ടിലോട്ട് നടക്കുന്നില്ല. ഒരു 5-6 എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ലൂട്ടൊക്കെ നമുക്ക് വലിയ വീട്ടിലോട്ടൊക്കെ കിടക്കാം. നമുക്കിപ്പം നമ്മൾ കൊച്ചു കുട്ടിയാണ്. അതായത് നമുക്ക് ഭക്ഷണമില്ല ഗൈസ്. അതാരാണ് അവിടെ പൊങ്ങി വരുന്നത് ലിഫ്റ്റിൽ? നൈസായിട്ടങ്ങ് വന്നോളുക ഗൈസ്. നമ്മളിന്ന് ചാവരുത്, നമുക്ക് വെളിയിറങ്ങാം ഗൈസ്. ഇന്ന് എല്ലാവരും കയറി കിടന്നേ. ആ കുട്ടീനെ ഞാൻ കയറി കിടത്തട്ടെ. ആ കുഞ്ഞെന്ത് ചെയ്യും? എന്നെ വിളിക്കാതെ പോയാ? ഷെറ്റ് മായേ എന്നെ വിളിക്കാണ്ട് പോയി. സൂര്യണ്ണ തന്നെ പോകുന്നല്ലോ. നമുക്ക് തൽക്കാലം ബേസ് നമുക്ക് നല്ല സ്ഥലം കിട്ടും. നല്ല സ്ഥലമല്ല, ഇത് ചീത്ത സ്ഥലം കേട്ടോ. തൽക്കാലം നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. ഇവിടെ കൊള്ളാമല്ലോ. പെട്ടെന്ന് മരിച്ചു പോയാലോ ചങ്ങായി. ഞാൻ തൽക്കാലം എടുത്ത് ചാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സാധനം ഇവിടെ വന്നേ. ഓക്കെ, കുറച്ച് തിന്നട്ടെ. നമ്മൾ ഒരിക്കലും ചാവരുതെന്നാണ് നമ്മുടെ ആശാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബീറ്റ്റൂട്ട് എടുക്കാം. നമ്മൾ എന്തായാലും ചാവും. ഫുഡില്ലാതെ ചാവല്ലേ ഒരിക്കലും. കാരണം ഫുഡിനൊരിക്കലും ക്ഷാമം കിട്ടത്തില്ല ഈ വില്ലേജിൽ എന്നാണ് എൻ്റെ വിശ്വാസം. വീട്ടിൽ കിടന്നു സമയം പോയി. ഉറങ്ങടാ. ചേട്ടായി പറഞ്ഞ കേട്ടില്ല. അതിനപ്പുറം വേറെ പറഞ്ഞ ഇതാരാ പേടിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ. ഏയ് ഗായ്സ്, യു നോ ഐ ആം പ്രോ. നിനക്ക് വീട്ടിൽ പോറായില്ലടാ കൊച്ചനെ. നമുക്ക് ഇവിടെ ആയിട്ട് തുരങ്ങുണ്ടാക്കി തുരന്ന് ഇവിടെ ഒരു കുഞ്ഞു കോഴിമുട്ടേ പട്ടിക്കോഴി. നമുക്ക് ഇവിടെ തന്നെ ഒരു വീടുണ്ടാക്കാം. ആരും വരില്ലേ? ഞാനൊരു വീടുണ്ടാക്കട്ടെ. എന്നിട്ട് വന്നു. നമുക്ക് ഡോറൊന്നും ഇല്ലല്ലോ തൽക്കാലം ഒന്നും വേണ്ട. നമുക്കിപ്പം വലിയ ആർഭാടമായിട്ടുള്ളൊരു വീടൊന്നും വേണ്ട. എന്ത് നമ്മൾ ശ്രദ്ധാനുവായിരിക്കണം. നമുക്ക് കുഞ്ഞു വീട് മതി ഗൈസ്. നമ്മൾ ആ കുഞ്ഞു വീട്ടിലെ ആളാണ്. കുഞ്ഞു വീടാണ് നമ്മളുടെ. കുഞ്ഞു വീട് നമ്മൾ എവിടം വരെ പണിഞ്ഞു ഗൈസ്. ഓക്കെ, അത്ര നീളം മതി, ഇത് കൂടുതലൊന്നും വേണ്ട അല്ലേ? അത്രയൊക്കെ പോരെ? ആരാ എൻ്റെ അണ്ണനെ തല്ലുന്നു? റഷിക്കാൻ വരുന്നില്ല. അണ്ണൻ പേടിക്കണം. അണ്ണനെ തല്ലുന്നവനെ ഞാൻ കൊല്ലത്തുള്ളൂ. അയ്യോ എന്നെ കൊല്ലുന്നു. ഓടണ്ണ. താഴെറങ്ങി വണ്ണ. അയ്യോ കുനിഞ്ഞിരിക്കുക. എന്നിട്ട് ഓട്. കയറി കിടന്നുറങ്ങണ പന്നി. എന്നാ അമ്പുമ്പില്ലൊക്കെ വിടുന്നേ. ഒരു മനസാക്ഷി ഇല്ലാത്തവൻ. അവനെ ഞാൻ അണ്ണനെ കൊല്ല സമ്മതിക്കില്ല. 3 2 1 9 7 6 5 4 3 2 1 ഗോ. അവനെ കൊന്ന്. അയ്യോ 2 കാലം ഒരു ക്രീപ്പർ. എൻ്റെ ദൈവമേ, ഞാൻ നാട് കിടക്കാൻ പോവാ. നിങ്ങൾക്കറിയാവോ ക്രീപ്പർ അണ്ണ? 2 പേരെ കൊല്ലുന്നത് എനിക്ക് നിസ്സാരമാണ് സാർ. എന്നാ പിടി ചത്തുകള. എന്നാ പിടി. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിസ്സാരമാണെന്ന്. 2 പേരൊക്കെ ഈ ക്രീപ്പർ വന്ന ഒരു നിസ്സാരമല്ല. നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ശകലം റെഡി ആക്കിയതിന്. ഓക്കെ, നമുക്ക് ഇത് 2 എണ്ണം പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഒരെണ്ണം പൊട്ടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? ഇരിക്കണം അങ്ങോട്ട്. അളിയോ ഒന്ന് വന്നേ ഇങ്ങോട്ട്. അളിയോ
മൊത്തം കൂടെ പൊട്ടിച്ച് നല്ല വിഷയമുണ്ടോ? ഓക്കെ, ഇത്രയും വെട്ടം കുറഞ്ഞുള്ളൂ, അല്ല വേറെ വിഷയമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരക്കുള്ളിൽ കുറച്ച് വട്ടം വേണം. ഓ, നമ്മുടെ പുര കണ്ടോ, കത്തി നിൽക്കുന്നില്ലേ? പിന്നല്ല ഗൈസ്, നമ്മുടെ 2 ടോർച്ചുണ്ട്. വെളുപ്പിനായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ 2 ടോർച്ച് നമ്മൾ ഇവിടെയും സ്ഥാപിക്കുന്നു ഗൈസ്. നമ്മുടെ 26 സാമാനങ്ങളുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് നോക്കി പോയി അമ്മളത്തെ വില്ലേജ് എത്തുന്ന നല്ല പാടാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നമുക്കൊന്ന് വെട്ടിത്തെളിച്ചിട്ട് അവിടെ നാക്കണം. പിന്നെ നമ്മൾ രാവിലെ ആയി, നമ്മൾ ചത്തില്ല ഗൈസ്, ചത്തില്ല ഗൈസ്. വേണം 4 ബ്ലാങ്ക്. ഇതെന്താ? ഓക്കെ, എന്തൊക്കെയോ ചേക്കുന്നത് ഗൈസ്. നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വെട്ടിത്തെളിക്കാം. നമുക്കൊരു ഇത് വേണം, അതിന് പറയുന്നത് പെട്ടെന്ന് ഇത് ഇങ്ങോട്ട് പുല്ല് മറ്റേ മണ്ണളക്കുന്ന സാധനം തന്നെ പറയുന്നത്. അയ്യോ, ഈ സാധനം അയ്യോ, ഇതെല്ലാം ആക്കാലോ. ഇതൊരെണ്ണം, പിന്നെ ഇതൊരെണ്ണം കൂടെ. ഓക്കെ, ഇത്രയും മതി. ഇത്രയൊന്നും വേണ്ട, നമ്മൾ ചുമ്മാ ഉണ്ടാക്കിയതേ ഉള്ളൂ, വെറുതെ ഒരു രസം. നമുക്ക് ഇതെല്ലാം വിട്. അയ്യോ ഗൈസ്, നമുക്ക് ഇവിടെ ഉണ്ടാക്കണോ അതോ? ഗൈസ്, ഇതാണ് നമ്മുടെ കുട്ടിപ്പൊര. നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കണം ഗൈസ്. സ്റ്റെപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം ഒരു ഇച്ചിരി ബുദ്ധി വേണം. ഇങ്ങനെ വെക്കുന്നു. ഡേറ്റ് ഉണ്ടാവും കുറേ. ഗായ്സ്, ഡേറ്റ് എവിടെ പോയി? കിട്ടി ഗൈസ്. അടി ഡേറ്റ് വെക്കുന്നു, പിന്നെ ഇത് വെക്കുന്നു, പിന്നെ അങ്ങോട്ട് ഫുള്ളും വെച്ചടി കയറ്റമാണ്. ഇത് വെക്കുന്നു. ഇതൊക്കെ ആരാടാ ഇവിടെ കൊണ്ടുവച്ചേ? അത് എന്നോട് ചോദിക്കാതെ. നമ്മൾ ഈ സ്റ്റെപ്പും കൂടി ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അന്തിക്കും. പിന്നെ നമ്മൾ അടുത്ത കിണ്ണങ്കാച്ചി അടുത്ത ഇതിലായിരിക്കും കാണുന്നത്, അതിൽ. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ഇങ്ങനെ വെച്ചടി കയറാം. എനിക്ക് ഒരു മിനിറ്റ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണം. ഓക്കെ, സെറ്റ്. ഇതൊക്കെ എന്തിനാണോ പൊട്ടിക്കുന്നത്? ഓക്കെ ഗൈസ്, സെറ്റ്. ഇപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇനി ഇതെന്താ അങ്ങനെ മനസ്സിലാവണേ? ഇവിടെ ഇതാ വഴിയൊന്ന് എൻ്റെ ദൈവമേ, എന്നാ ചെയ്താലും ഇങ്ങനെ തന്നെ. നമ്മുടെ വീട് എവിടെയാണെന്ന് എങ്ങനെയാണോ മനസ്സിലാവുന്നത്? ഓടി വരുമ്പം 3 1 2 3 1 2 ബെസ്റ്റ്. ഇതിങ്ങനെ മൂടിക്കിടക്കാം. മാറി പൊട്ടിക്കട്ടെ. ഒരു കട്ടയും കൂടെ മേളിൽ വെക്കാല്ലേ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ വെച്ചാ. ഓക്കെ, സെറ്റ്. നേരെ ഇവിടെ വരുന്ന ഇങ്ങനെ നിൽക്കുന്നു. നമുക്കിവിടെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത കിണ്ണങ്കാഴ്ചയായിട്ട് വീഡിയോ ചെയ്യും. അതിന് മുമ്പ് നമുക്കൊരു വേറെ കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെയാണ് നമ്മുടെ വീടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ 1 2 3 4 5 6 7 8 തീർന്ന അത്രയും ചെയ്തിട്ട് ബാക്കി കോബിൾ സ്റ്റോൺ എടുക്കാം. അല്ലാണ്ട് വേറെ എന്തെടുക്കാൻ? 1 2 3 1 2. അയ്യോ, ഇതാരാ? പൊന്നു മോനെ, എന്നെ കൊല്ലാൻ വന്നാ താങ്കപ്പൻ. ഇതിനാടാ എന്നെ കൊല്ലാൻ? ഞാൻ പാവല്ലേടാ, എനിക്ക് വേറെ മനസ്സിലാക്കില്ല. നീ കത്തത്തില്ലടാ, കന്നെ അറിയത്തില്ല. ഞാനൊരു വലിയ സംഭവമാണ്. അടിവൻ ചാറുന്നില്ല. അയ്യോ, ഇവിടെ പാൻ്റെ തുണിയൊക്കെ ഇട്ടില്ല. തുണി ഇടാൻ ഗൈസ്. നമുക്ക് ആദ്യത്തെ കാര്യം ഈ തുണി ഇപ്പം തീരുമല്ലോ ഗൈസ്. നമുക്കിനി ഒരു ചെസ്റ്റിങ്ങനെ ഉണ്ടാക്കണം. നമുക്ക് ശാലം മരം കൂടെ ഒരു ചെസ്റ്റിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളെ അല്ല വേണ്ട വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോയി. നമ്മൾ പരിചയം കട്ടപ്പുറത്ത് കയറല്ലേ. അതിന് മുമ്പ് നമുക്ക് എന്നാ ചെയ്യണ്ടേ? നമുക്ക് കട്ടിൽ പൊട്ടിയെടുക്കാം. അപ്പോൾ മഞ്ഞ ബെഡ് മതി ഗൈസ്. മഞ്ഞ ബെഡ് പൊട്ടിച്ചെടുത്തു. ഓക്കെ, നമ്മൾ കട്ടിൽ കാര്യങ്ങളും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്ത വീഡിയോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയൊക്കെ ഉള്ളൂ. എന്നാണ് ഇവിടെ ഇടാൻ പറ്റത്തില്ലാത്ത? ഓക്കെ, എന്തിനാണാ? ഓക്കെ, ജസ്റ്റ് ഞാൻ പ്ലാൻ പറഞ്ഞു തരാം.
ഒരു മിനിറ്റത്തേക്കിന് ഇതെല്ലാം എൻ്റെ ദൈവമേ കട്ടിൽ. ഓക്കെ ഗൈസ്, നമുക്കിനി ഇതൊരു സാമ്രാജ്യമാക്കി എടുക്കണം. നമ്മൾ സാമ്രാജ്യം ഇത്രയും നമ്മൾ കെട്ടിപ്പണിഞ്ഞു. നമ്മളെ സാമ്രാജ്യം നമുക്ക് കുറച്ച് വലുതാക്കണം ഗൈസ്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളും. അപ്പോൾ ഒരു മിനിറ്റ്. അയ്യോ ഇത് ഓറാട്ടോ ഗൈസ്, നമ്മുടെ വീഡിയോയും കാര്യങ്ങളപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ്. ഇനി ഇത്രയല്ല, കുറച്ചുകൂടെ ഉണ്ട്. കുറച്ചുകൂടെ എന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി ഉള്ളൂ. അയ്യോ ഇത് വേണ്ടായിരുന്നു, ഇത് പറ്റിയത് കിട്ടുമോ? ഓക്കെ, നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറാം ഗൈസ്. ഒരു മിനിറ്റ്. ഇഷേ ബോയ്, നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറണമെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇത് ഇറങ്ങാൻ പറ്റുമല്ലോ ദൈവമേ. നമ്മുടെ ചെറിയ കുട്ടി ബെഡ്റൂം ആണടേ. ഓക്കെ ഓക്കെ ഗൈസ്, വീഡിയോ കാര്യങ്ങളപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഒരു മിനിറ്റ്, വല്ല വിഷയം ഉണ്ടായാലോ. ഒരു മിനിറ്റ്. എൻ്റെ പൊന്നെ, എനിക്കാണെങ്കിൽ പേടിയാണ് ഗൈസ്. പേടി എന്തിനാണെന്നൊന്നും ചോദിക്കരുത്, പേടിയാണ്. കട്ടിൽ നമ്മൾ കുടിച്ചിട്ടിട്ടാണെങ്കിലും കടന്നിരിക്കും, അത് നമ്മൾ തന്നെ. ഇതെന്നാണ് ഇങ്ങനത്തെ? ഓക്കെ സെറ്റ് ഗൈസ്. നമ്മുടെ കട്ടിലും കാര്യങ്ങളും നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഗൈസ് ഓക്കെ ബൈ.